ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ട്രെച്ച് മാർക്കിനെ പറ്റിയിട്ടാണ്. കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ, എന്തെങ്കിലും ഹോം റെമഡീസ് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ ഏജുകാർക്കാണ് ഇത് വരുന്നത്, സ്ത്രീക്ക് മാത്രമേ ഇത് വരാറുള്ളൂ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, സ്ട്രെച്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല. നമ്മുടെ ബോഡിയിൽ നോർമലി വരുന്ന പാടുകളെ പോലൊക്കെ നോർമലി ഉള്ള ഒരു പാടാണ് സ്ട്രെച്ച് മാർക്കും. പക്ഷെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നമുക്കിത് കളയാനായിട്ട് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യം തന്നെ സ്ട്രെച്ച് മാർക്ക് ആർക്കൊക്കെയാണ് വരുന്നതെന്ന് പറയാം. സ്ട്രെച്ച് മാർക്കിന് അങ്ങനെ ജെൻഡർ ഒന്നുമില്ല. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വരാവുന്നൊരു സാധനമാണ് സ്ട്രെച്ച് മാർക്ക്. ഇനി ഇത് ഏതൊക്കെ അവസ്ഥയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ബോഡി നന്നായിട്ട് വലിയുന്ന സമയത്ത്, അതായത് നമ്മൾ പെട്ടെന്ന് വണ്ണം കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത്, സ്ത്രീകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവർ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുന്ന സമയത്തൊക്കെയാണ് സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ടും കാണുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ മസിൽസിനെ ചേർത്ത് നിർത്താനായിട്ട് ഇലാസ്റ്റിൻ, കൊളാജൻ എന്നൊക്കെ പറഞ്ഞ ഘടകങ്ങളുണ്ട്. അപ്പോൾ അവയുടെയൊക്കെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഇത് ബോഡി വലിയ സ്ട്രെച്ച് ചെയ്തിട്ട് സ്ട്രെച്ച് മാർക്കായിട്ട് വരുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ഇതൊരു രോഗാവസ്ഥയല്ല. സ്ത്രീക്കും പുരുഷനും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ബോഡിയിൽ വരാവുന്ന ഒരു യൂഷ്വലി ഉള്ള പാടുകളെയൊക്കെ പോലൊരു പാട് തന്നെയാണ് സ്ട്രെച്ച് മാർക്കും. ഇത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ബാക്കിയുള്ള മുഖക്കുരുവിനെ പോലെ അല്ലെങ്കിൽ മുഖക്കുരു മാറിയ പാടുകളെ പോലെ മുറിവ് വന്ന പാടുകളെ പോലെ ഒന്നും നമുക്ക് പെട്ടെന്ന് സ്ട്രെച്ച് മാർക്കിനെ മാറ്റാൻ പറ്റുന്നതല്ല. തുടക്കത്തിൽ ഈ സ്ട്രെച്ച് മാർക്കിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് ഷെയ്ഡ് ആയിരിക്കും. മെല്ലെ മെല്ലെ നമ്മൾ അത് വൈറ്റ് ഷെയ്ഡിലേക്ക്, ഒരു വൈറ്റ് കളറിലേക്ക് മാറും. ഇത് നമ്മുടെ ബോഡിയുടെ നമ്മുടെ സ്കിന്നിന്റെ കളർ അനുസരിച്ച് പലർക്കും പല കളറിലാണ് എന്താണ് ഈ സ്ട്രെച്ച് മാർക്ക് കാണുന്നത്. ഇനി ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ത്രീകളിലാണ്. ഞാൻ പറഞ്ഞില്ല, ആഫ്റ്റർ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിലും സ്ത്രീകളുടെ എന്താണ് സ്റ്റൊമക്കിലൊക്കെ കൂടുതലായിട്ടും ഈ സ്ട്രെച്ച് മാർക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ നമ്മുടെ അണ്ടർ ആംസിലും നമ്മുടെ ബ്രസ്റ്റിലും ഒക്കെ ചില സമയത്ത് എന്താണ് ഈ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയിട്ട് പെട്ടെന്ന് നമ്മുടെ ബോഡി പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താണ് ഇത് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് അപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ ഹോർമോൺസിലുണ്ടാകുന്ന ചേഞ്ച്, പലരുടെ ബോഡിയിലും പല തരത്തിലുണ്ടാകുന്ന ഹോർമോൺസിലെ ചേഞ്ച് കൊണ്ടും നമുക്ക് സ്ട്രെച്ച് മാർക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെച്ച് മാർക്ക് വരാനുള്ള കാരണങ്ങളായിട്ട് കണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് പറ്റില്ല. നമ്മുടെ മുഖത്തെ കുരു പോയി നമ്മൾ പാട് മാറ്റുന്ന പോലെ നമുക്ക് കംപ്ലീറ്റ്ലി സ്ട്രെച്ച് മാർക്ക് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീട്ടിലൊരു ഹോം റെമഡി പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. അതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. വൈറ്റമിൻ ഇ ഓയിൽ മിക്സ് ചെയ്യുക. അതിനകത്ത് ഒരു കുറച്ച് പ്യുർ അലോവേര ജെൽ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു മോയ്സ്ചറായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് അവിടെ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും നല്ല സ്ക്രബ്ബറൊന്നും വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് ഉരയ്ക്കാൻ പാടില്ല, നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് വീണ്ടും ചൊറിച്ചിലേക്ക് അവിടെയൊക്കെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് എന്നും ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതാണ് ഒരു ഹോം റെമഡി എന്ന് പറയുന്നത്. ഈ വെളിച്ചെണ്ണയും അതേപോലെ കറ്റാർവാഴയും പിന്നെ വൈറ്റമിൻ സി ഓയിലും കൂടെ ഉള്ളതാണ് ഒരു റെമഡി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്ട്രെച്ച് മാർക്കിനെ കംപ്ലീറ്റ്ലി മാറ്റുമെന്ന് ഞാൻ പറയില്ല. ചെറുതായിട്ട് അതിൻ്റെ പാടുകളെ മാറ്റാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. പിന്നെ ഇനി ഇത് കംപ്ലീറ്റ്ലി മാറ്റാനുള്ള ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. പക്ഷേ ഹോം റെമഡിയിൽ നമുക്കിതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ഇതിൻ്റെ കളർ നമുക്ക് കുറച്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരു മങ്ങിയ അവസ്ഥയാക്കാം എന്നല്ലാതെ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. ഇനി നമ്മൾ ഈ സ്ട്രെച്ച് മാർക്ക് വരുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു പിങ്ക് കളർ ആവുമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു സ്റ്റേജിലാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഇത് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ പോകെ ഇതൊരു വൈറ്റ് കളറിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മാറ്റാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ദിവസം ഒരു 2.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഇത് നമ്മളുടെ കോശങ്ങളെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുമ്പോൾ നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യാനുള്ള ഇത് പെട്ടെന്ന് സ്ട്രെച്ച് ആയി വരത്തില്ല, അത് സ്ട്രെച്ച് ആകാനുള്ളത് കുറയും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുമ്പോൾ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്.
നമ്മൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ എവിടെയാണ് നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് അവിടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് എന്നും ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഇതിൽ എന്ത് റെമഡി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യാതിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്ട്രെച്ച് മാർക്ക് പോയോ നോക്കിയാൽ നമുക്കിതിന് ഫലപ്രദ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂസ്ലി ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പരിധിവരെ കളറും മാറ്റിയ പഴയ കളർ, അത് സ്ട്രെച്ച് മാർക്കിൻ്റെ കളർ ഫെയ്ഡ് ആക്കി എടുക്കാനെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഓൺലൈനിൽ ഇപ്പോൾ കുറേ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, കുറേ മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടർ, അതേപോലെ തന്നെ വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ് ഇവ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ നോക്കുക. ഇതാണ് നമ്മുടെ സ്ട്രെച്ച് മാർക്കിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇനി മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നമ്മളുടെ ബോഡിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ആവുന്ന സമയത്ത് എന്താണ് സ്ട്രെച്ച് മാർക്കിൻ്റെ കളർ കുറേയൊക്കെ ഫെയ്ഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് പറ്റുന്ന റെമഡി ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു റെമഡി പറയുന്നത് നമ്മുടെ നാരങ്ങ നീരുണ്ടല്ലോ, നാരങ്ങ നീര് വെറുതെ പിഴിഞ്ഞിട്ട് ആ നാരങ്ങ നീരിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതൊരു സ്ക്രബ് പോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു, നാരങ്ങ നീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അതിൻ്റെ ഒരു റിസൾട്ട് മൂലം ഈ സ്ട്രെച്ച് മാർക്ക് റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബോഡിക്ക് ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഏതാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്ട്രെച്ച് മാർക്ക്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ അധികം പേടിക്കേണ്ട, കാരണം സ്ട്രെച്ച് മാർക്ക് വരുന്നവർക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റത്തില്ലെന്നൊരു ഓപ്ഷൻ ഇല്ല. തുടക്കത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്ത് കണ്ടിന്യൂസ്ലി ഇതൊക്കെ ചെയ്ത് വന്നാൽ നല്ലതായിട്ട് സ്ട്രെച്ച് മാർക്ക് റിമൂവ് ആക്കാവുന്നതാണ്. അതേപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ സ്ട്രെച്ച് മാർക്കുള്ള സ്ഥലത്ത് ചിലർക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അങ്ങനെ അധികമായിട്ട് കൈവച്ചൊന്നും ചൊറിയാതിരിക്കുക. കാരണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മുറിവുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സ്ട്രെച്ച് മാർക്ക് ഇതിലൂടെ കൂടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ടൊന്നും അങ്ങനെ തൊടാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരു പാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല. ടാറ്റാ, ബൈ ബൈ.